ഇന്ന് നമുക്ക് 2025 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിൻ്റെ അടുത്ത പാർട്ട് നോക്കാം. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡിലെ ഹേഗാണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് നെതർലാൻഡിലെ ഹേഗ്. ബിംസ്റ്റെക് ഉച്ചകോടി എവിടെയായിരുന്നു നടന്നത്? തായ്ലൻഡിലെ ബാങ്കോക്ക്. G7 ഉച്ചകോടി നടന്നത് കാനഡയിലെ കനാനാസ്കസ്. അപ്പോൾ നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ചത് ഹേഗാണ്, നെതർലാൻഡിലാണ് ഹേഗ്. ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബാങ്കോക്ക്. G7 ഉച്ചകോടി നടന്നത് കനാനാസ്കസ്, കാനഡയിൽ. 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് 2025 ആതിഥേയത്വം വഹിച്ചത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 നടന്നത്. എവിടെയായിരുന്നു? ബ്രസീലിലെ റിയോ ഡി ജനീറോ. 18ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ്. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി. അതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ 2025 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഫിൻലാൻഡ്. ഐക്യരാഷ്ട്രസഭയുടെ 2025 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 99ആണ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അത്യപൂർവമായ പുതിയ രക്തഗ്രൂപ്പാണ് ഗ്വാഡ നെഗറ്റീവ്. ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ അത്യപൂർവമായ പുതിയ രക്തഗ്രൂപ്പാണ് ഗ്വാഡ നെഗറ്റീവ്. ഐക്യരാഷ്ട്രസഭ ആദ്യ ലോക തടാക ദിനം ആചരിച്ചത് ഓഗസ്റ്റ് 27. ഐക്യരാഷ്ട്രസഭ ആദ്യ ലോക തടാക ദിനം ആചരിച്ചത് ഓഗസ്റ്റ് 27. 2025 ഓഗസ്റ്റിൽ ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാജിക്കി. 2025 ഓഗസ്റ്റിൽ ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാജിക്കി. 2025 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. ഇതെന്തായിരുന്നു? ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട് വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് കാജിക്കി. 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് എറിൻ. 2025 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് എറിൻ. ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട് വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാജിക്കി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് എറിൻ. ഓസ്ട്രേലിയയിൽ വീശിയ കാറ്റാണ് ആൽഫ്രഡ്. 600 വർഷത്തിനിടെ ആദ്യമായി 2025 ഓഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതമാണ് ക്രഷേനിനിക്കോവ്. 600 വർഷത്തിനിടെ ആദ്യമായി 2025 ഓഗസ്റ്റിൽ പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതമാണ് ക്രഷേനിനിക്കോവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 3 അഗ്നിപർവ്വതങ്ങളുടെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. മൗണ്ട് ഇബു, മൗണ്ട് ഡുക്കാനോ, ലവോട്ടോക്കി, ലാക്കിലാക്കി. ഇതെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്തോനേഷ്യയിലാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2025 ഉച്ചകോടിയുടെ വേദി ടിയാൻജിൻ, ചൈന. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2025 ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ടിയാൻജിനാണ്. 2026 വേദി കിർഗിസ്ഥാൻ, 2027 പാകിസ്ഥാൻ. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ 2025 ഉച്ചകോടിയുടെ വേദി ചൈനയിലെ ടിയാൻജിൻ. 2026 വേദി കിർഗിസ്ഥാനാണ്. 2027 പാകിസ്ഥാൻ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിയ. 2025 ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ്. 2025 ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് ഫ്ലോറിസ്. അപ്പോൾ എറിൻ ചുഴലിക്കാറ്റ് എവിടെയാണ് രൂപം കൊണ്ടത്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ. ആൽഫ്രഡ് ആണ് ഓസ്ട്രേലിയയിൽ വീശിയ കാറ്റ്. ഇപ്പോൾ പഠിച്ചത് ഫ്ലോറിസ്. അത് 2025 ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റാണ് ഫ്ലോറിസ്. ദേശീയ ക്രിപ്റ്റോ കറൻസി ടൂറിസം പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഭൂട്ടാൻ. ദേശീയ ക്രിപ്റ്റോ കറൻസി ടൂറിസം പേയ്മെൻറ്റ് സംവിധാനം ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ഭൂട്ടാൻ.
ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം നേപ്പാൾ. ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാരിനെതിരെ ജൻസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം നേപ്പാളാണ്. ജൻസി വിപ്ലവത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രിയാണ് KP ശർമ്മ ഒലി. ജൻസി വിപ്ലവത്തെ തുടർന്ന് രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി. ജൻസി വിപ്ലവത്തെ തുടർന്ന് നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കാർക്കി. ജൻസി വിപ്ലവത്തെ തുടർന്ന് നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കാർക്കി. നേപ്പാളിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് സുശീല കാർക്കി. അപ്പോൾ ജൻസി വിപ്ലവം നടന്നത് എവിടെയാണ്? നേപ്പാളിലാണ്. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഐസ്ലൻഡ്. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഐസ്ലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 115. മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 130. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 85. 2025 ആഗോള സമാധാന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഐസ്ലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 115. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻറ്ററോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻറ്ററോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം റഷ്യ. റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനായ പെംബ്രോറി വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യം വിയറ്റ്നാം. റഷ്യ വികസിപ്പിച്ച ക്യാൻസർ പ്രതിരോധ വാക്സിനായ പെംബ്രോറി വാക്സിന് ഔദ്യോഗിക അംഗീകാരം നൽകിയ ആദ്യ രാജ്യമാണ് വിയറ്റ്നാം. 2025 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. 2025 ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയം ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൻ്റെ പ്രമേയം പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ. സെപ്റ്റംബർ 8 ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ. അപ്പോൾ ലോക ഓസോൺ ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ഫ്രം സയൻസ് ടു ഗ്ലോബൽ ആക്ഷൻ. സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. സെപ്റ്റംബർ 8 ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ, അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ്. 2025 പ്രമേയം പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ. ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരാണ് വെനീറ ഡി. അപ്പോൾ ശുക്രനെ കുറിച്ച് പഠിക്കാൻ റഷ്യ വികസിപ്പിക്കുന്ന ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് വെനീറ ഡി. 2025 ഒക്ടോബറിൽ ജമൈക്കയും ക്യൂബയും അടക്കമുള്ള കരീബിയൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് മെലിസ. 2025 ഒക്ടോബറിൽ ജമൈക്കയും ക്യൂബയും അടക്കമുള്ള കരീബിയൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് മെലിസ. എറിൻ ഏത് സമുദ്രത്തിലാണ് രൂപം കൊണ്ടത്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് എറിൻ. പിന്നെ ദക്ഷിണ ചൈന കടലിൽ രൂപം കൊണ്ട് വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റാണ് കാജിക്കി. ഓസ്ട്രേലിയയിൽ വീശിയ ചുഴലിക്കാറ്റാണ് ആൽഫ്രഡ്. ഇംഗ്ലണ്ടിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണ് ഫ്ലോറിസ്. ഇപ്പം നമ്മൾ പഠിച്ചത് കരീബിയൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റാണ് മെലിസ. പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ഗാസയിൽ മരണപ്പെട്ട ഫലസ്തീൻ കവിയുടെ പേരാണ് ഉമർ ഹർബ്. പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം ഗാസയിൽ മരണപ്പെട്ട ഫലസ്തീൻ കവിയുടെ പേരാണ് ഉമർ ഹർബ്. 2025 പുതിയതായി തിരിച്ചറിഞ്ഞ ഡൈനോസറിന് ഏത് ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത്? ഐസക് ന്യൂട്ടൺ. 2025 പുതിയതായി തിരിച്ചറിഞ്ഞ ഡൈനോസറിന് ഐസക് ന്യൂട്ടൻ്റെ സ്മരണാർത്ഥമാണ് പേര് നൽകിയത്. ന്യൂട്ടനോസോറസ് കാംബ്രൻസിസ് എന്നാണ് അതിൻ്റെ പേര്. 2025 പുതിയതായി തിരിച്ചറിഞ്ഞ ഡൈനോസറാണ് ന്യൂട്ടനോസോറസ് കാംബ്രൻസിസ്. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയത്.